ഹായ് അഗെയിൻ ഇറ്റ്സ് മീ അഞ്ജു. ഈ സിംഗിൾ മദർ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആരും നെഗറ്റീവായിട്ട് കാണണ്ട കേട്ടോ. അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ചിലപ്പോൾ ദൈവം നമുക്കൊക്കെ സ്ട്രോങ് ആവാൻ ഒരു അവസരം കൊടുക്കണതായിരിക്കും. അതുപോലെ ഒരു അവസരം തന്നെ എനിക്കും കിട്ടിയത്. ഹാർഡായിട്ട് തന്നെ ഒരു ലൈഫ് തന്നെയാണ്, നല്ല ഹാർഡായിട്ടുള്ള ലൈഫാണ്. പക്ഷേ അത് എന്താ പറയുക, അതിനെ നമ്മൾ ഈസി ആക്കാൻ ശ്രമിക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ സിംഗിൾ മദർ നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു എന്താ പറയുക ബോൾഡായിട്ടുള്ള ഒരു വുമണ്ണെ നമുക്ക് നമ്മുടെ മക്കളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സിംഗിൾ മദർ ആയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയണത് മുന്നോട്ട് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഒന്നിനും തകർന്നു പോയി എന്താ പറയുക ലൈഫ് നശിച്ചു എന്നൊരു ചിന്ത വേണ്ട. നമുക്ക് മുന്നിൽ ഇന്ന് ഒരു എന്താ പറയുക ഹാർഡ് ഉണ്ടെങ്കിൽ നാളെ അതിൻ്റെ ഒരു സക്സസ് ആയിട്ടുള്ളൊരു ഒരു ജേണി നമുക്കുണ്ടാവും. അപ്പോൾ അത് ആലോചിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ വീഡിയോ കാണാനില്ല എത്ര പേര് സിംഗിൾ മമ്മേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് നിങ്ങളുടെ ആ ഒരു ലൈഫ് ഒന്ന് വിവരിക്കണേ, നിങ്ങളെങ്ങനെയാണ് മുന്നോട്ട് പോണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ വ്ളോഗിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിംഗിൾ മമ്മിൻ്റെ ഡേ ലൈഫ് നമുക്ക് അതിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോരെ. സിംഗിൾ മദർ ആയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇത്രയും സ്ട്രോങ് ആയ ഒരു വുമണാണെന്ന്. എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ വരെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. മെൻ്റലി ഫിസിക്കലി ഒക്കെ തകർന്നു പോയ ഒരു സമയം എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു ശക്തി തന്നെയല്ലേ. അതുപോലെ തന്നെ പേഷ്യൻസ് എന്താണെന്നുള്ളത് എൻ്റെ ജീവിതം പഠിപ്പിച്ചു തന്നു. സിംഗിൾ മദർ ആയതിന് ശേഷം നന്നായിട്ട് എന്താ പറയുക പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. നല്ല സമയവും കടന്നു പോയിട്ടുണ്ട്, അതുപോലെ ചീത്ത സമയവും കടന്നു പോയിട്ടുണ്ട്. ഇത് രണ്ടും ഇതിലൂടെ കടന്നു തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. ഇനിയും മുന്നോട്ട് തന്നെയല്ല അവസ്ഥ. ഇത് കാണുന്ന സിംഗിൾ മമ്മേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കട്ടോ. നിങ്ങൾ ഒരിക്കലും തകരുന്നില്ല. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അതുപോലെ നിങ്ങളൊക്കെ വിചാരിക്കണതിലപ്പുറമാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുട്ടികളെ വളർത്തുക മാത്രമല്ല കേട്ടോ ചെയ്യണത്, നമ്മളെ തന്നെ വളർത്തുകയാണ്. അത് നമ്മൾ അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്.